ഇനി അവർ സ്നേഹത്തോടെ സംസാരിച്ചു തുടങ്ങും. ആരെന്നോ? അതെ മാതാവേ, നിൻ്റെ മക്കൾ. അതേ പിതാവേ, നിൻ്റെ മകൻ, മകൾ, സഹോദരി, നിൻ്റെ ഭർത്താവ്, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, കൂടെ ജോലി ചെയ്യുന്നവർ, ബന്ധുക്കൾ. വായടച്ച് മുഖം തിരിച്ച് നോ. അവർ ഇനി സ്നേഹത്തോടെ, വെറുപ്പോടെ, പരുഷ വാക്കുകൾ ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയുന്ന ഇല്ല. ഇനി അതല്ല, കൊതിതീരെ നിനക്ക് മതി വരുവോളം അവർ സംസാരിക്കുവാൻ പോകുന്നു. സ്നേഹത്തോടെ സംസാരിക്കുവാൻ പോകുന്നു. നീ അത് കേൾക്കുവാൻ പോകുന്നു. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 14-ാമത്തെ വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ഒരിക്കൽ അവൻ ഊമയായൊരു ഭൂതത്തെ പുറത്താക്കി. ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു. ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു മാതാവ് പ്രൈസർ ഫാമിലിയിലേക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുകയുണ്ടായ. മാതാവിൻ്റെ പ്രാർത്ഥനാ വിഷയം ഇതാണ്: 3 വർഷത്തിലധികമായി തൻ്റെ മകൻ തന്നോട് സംസാരിച്ചിട്ട്, എന്ന് പറഞ്ഞാൽ ഒരമ്മ ആഗ്രഹിക്കുന്നത് പോലെ സ്നേഹത്തോടെ ആ മാതാവിനോട്, ആ അമ്മയോട് മകൻ സംസാരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. മിണ്ടുമോ എന്ന് ചോദിച്ചാൽ മിണ്ടും. ആവർത്തിച്ച് ചോദിച്ചാൽ കനത്തിനൊരു മൂളൽ അല്ലെങ്കിൽ മുക്കൽ, മുരളൽ. മനുഷ്യനാണോ എന്ന് പലപ്പോഴും ചിന്തിക്കേണ്ടി വരും. അങ്ങനെയല്ലേ? നിന്നെക്കുറിച്ചാണ് മാതാവേ, സഹോദരി, നിന്നെക്കുറിച്ചാ. ആ മുക്കലും മൂണലും മാത്രമേ ഉള്ളൂ. അതിൽ നിന്നെല്ലാം ഊഹിച്ചെടുക്കണം. അയ്യോ, എന്തൊരു നരക ജീവിതം അല്ലേ! ആ അവസ്ഥയ്ക്ക് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. ഇനിയും മുക്കലും മൂളലും കേട്ട് നീ ഇങ്ങനെ ജീവിച്ചു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നോട് നിൻ്റെ ഭർത്താവ് സംസാരിക്കുവാൻ പോകുക. അവനെ ഊമനാക്കി മിണ്ടാതാക്കി ആ ഭൂതത്തെ യേശു പുറത്താക്കുവാൻ പോകുക. നിൻ്റെ തലമുറയെ മിണ്ടാതാക്കി മുറിക്കകത്ത് ഒതുക്കിക്കൂട്ടിയ, നിന്നോട് മാത്രമല്ല 4 പേരോടെ മിണ്ടത്തില്ല, നല്ലവണ്ണം സംസാരിക്കത്തില്ല, ഒരേ ഇരിപ്പ, എവിടെയെങ്കിലും ഞോണ്ടിക്കൊണ്ട്, എവിടെയെങ്കിലും നോക്കിക്കൊണ്ട്. നോ, ആ അവസ്ഥയ്ക്ക് എൻ്റെ കർത്താവ് മാറ്റം വരുത്തുവാൻ പോകുക. വിശ്വസിക്കുവാൻ തയ്യാറാണോ? പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. അപ്പോൾ അമ്മയുടെ സങ്കടം അതാണ്. ഞാൻ പറഞ്ഞു, മാതാവ് വിഷമിക്കേണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മാതാവ് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളൊക്കെ ക്രമീകരിച്ച്, അറിയാമല്ലോ, നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിങ്ങൾക്ക് ഉപവസിക്കുവാനായിട്ട് കഴിയും. സാഹചര്യമൊന്നും ഒരു തടസ്സമേ അല്ല. അടിസ്ഥാനം വചനം പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ എന്താണ്? പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഏതാണ്? ഒരു തലമുറയെ വെള്ളത്തിലും തീയിലും തള്ളിയിട്ട് കൊല്ലുവാൻ കൂടെ കൂടിയ പിശാച് വിട്ടുമാറത്തില്ല. അതെ, ചിലത് വിട്ടുമാറണമെങ്കിൽ പ്രാർത്ഥിച്ചാലേ പറ്റത്തുള്ളൂ, ഉപവസിച്ചാലേ പറ്റത്തുള്ളൂ. ഇനി അത് പാടല്ല. പ്രൈസർ ഫാമിലിക്കൊപ്പം അവസരമുണ്ട്. തുടർമാനമായി പ്രാർത്ഥനയിലും ഉപവാസത്തിലും പങ്കെടുത്തു. ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് പ്രിയ മാതാവ് എഴുന്നേൽക്കുമ്പോൾ, പ്രൈസർ ഫാമിലിയുടെ ഉപവാസത്തിൽ പങ്കെടുത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് മുക്കലും മൂണലും മാത്രമുണ്ടായിരുന്ന മകൻ വാ തുറന്ന് അലറി വിളിക്കുക. അമ്മയെ സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് വയറുവേദന എടുക്കുന്നു, ഞാനിപ്പം ചത്തുപോകും, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ചെക്കൻ ആ അമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ വില്ല് പോലെ നിൽക്കുക. അമ്മയും പേടിച്ചു പോയി, എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അപ്പോൾ അമ്മ പുറത്തിറങ്ങി അടുത്തുള്ളവരെയൊക്കെ വിളിച്ചു കൂട്ടി. എല്ലാവരും വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറുക്കൻ ഛർദ്ദിക്കുവാനായിട്ട് തുടങ്ങി. ഛർദ്ദിച്ചിട്ട പലതും ആ ഇടയ്ക്കൊന്നും ആ ചെക്കൻ ഭക്ഷിച്ചതല്ല, അവൻ പിന്നീട് പറഞ്ഞ കാര്യമാണ്. പിന്നെ പ്രൈസർ ഫാമിലിയുമായി ചേർന്ന് പ്രാർത്ഥനയുടെ മധ്യത്തിലായിരിക്കുമ്പോൾ ആ മകൻ അത് ഓർത്തെടുത്തു. 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരിടത്ത് നിന്ന് കഴിച്ച ആഹാരം അന്ന് തൊട്ട് മുക്കലും മൂണലും മാത്രമായി. ഉപവാസത്തിന് മധ്യത്തിൽ ആ ബാധ പുറത്തുപോയി. അകത്ത് കിടന്ന വിഷവും പുറത്തുപോയി. വാതുറക്കാതിരുന്ന ചെറുക്കൻ സന്തോഷത്തോടെ അമ്മയ്ക്കൊപ്പം സംസാരിച്ചു തുടങ്ങി. ഇന്ന് ആ അത്ഭുതം നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുവാൻ പോകും. എത്ര പേർക്ക് വിശ്വാസത്തോടെ ദൂതേറ്റെടുക്കുവാൻ കഴിയും? ഭൂതം വിട്ടുമാറുക. മാതാവേ, നിൻ്റെ തലമുറയെ ബന്ധിച്ച, മുറിക്കകത്ത് ഒതുക്കിക്കൂട്ടിയ, നിന്നോട് സ്നേഹത്തോടെ സംസാരിക്കുവാൻ അനുവദിക്കാതെ അവനെ ഊമനാക്കിയ ആ ഭൂതത്തെ കർത്താവ് പുറത്താക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. വാ തുറന്ന് അടയ്ക്കാത്ത പെങ്കൊച്ചായിരുന്നു. എപ്പോഴും കലവില സംസാരിച്ചുകൊണ്ട് നടന്നവളാണ്. ഇന്ന് വാ തുറന്ന് മിണ്ടത്തില്ല. ഓരോ നോട്ടം കണ്ടാൽ ജീവിക്കണ്ട എന്ന് തോന്നുന്നു. അവൾ മിണ്ടി തുടങ്ങിയ. പിതാവേ, സങ്കടപ്പെടേണ്ട, നിൻ്റെ മകൾ പഴയതുപോലെ നിന്നോട് സ്നേഹത്തോടെ സംസാരിക്കുവാൻ പോകുക. ആ ബാധ ഒഴിയുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. സഹോദരി, നിൻ്റെ ഭർത്താവിനെ മിണ്ടാതാക്കിയ, ഊമനാക്കിയ ബാധ എല്ലാവരോടും മിണ്ടും, നിന്നോട് മാത്രം മിണ്ടത്തില്ല.
അയ്യോ, ഒന്നും ചോദിച്ചാൽ ഉത്തരമില്ല, വാതുറന്ന് പറയത്തില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, 2 വർഷത്തിലധികമായി ചില ഇടങ്ങളിൽ അവൻ പോയി പെട്ടു, ചില കൂട്ടുകെട്ടുകൾ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അന്ന് മുതൽ നിന്നോട് മിണ്ടത്തില്ല, മിണ്ടൽ മുഴുവനും ലോകത്തോടായി. ആമേൻ. പതുങ്ങി പോയി നിന്ന് ഫോണിൽ കൂടെ സംസാരിക്കുവാൻ, മണിക്കൂറുകൾ സംസാരിക്കുവാൻ ഒരു മടിയില്ല. നിന്നോട് 2 വാക്ക് സ്നേഹത്തോടെ പറയുവാൻ വയ്യ. യെസ്, സംസാരിച്ചു തുടങ്ങിയ സഹോദര, നിൻ്റെ ഭാര്യ നിന്നോട് സംസാരിക്കുവാൻ തുടങ്ങി. യെസ്, യേശുവിൻ നാമത്തിൽ. അപ്പോൾ ചോദിക്കും, പാസ്റ്റർ, ഇതുവരെ ആരോടെന്ന് നിനക്കറിയാമല്ലോ, ഇനി നിന്നോട് സംസാരിക്കുവാൻ പോകുക. യെസ്, വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങി. ആ ബാധ വിട്ടുമാറുക. ഓ ഷബറി ധലമാഷകന്, ആ ബാധ ഒഴിയും. അമേൻ. നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ നിങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കാതാക്കി മാറ്റിയ ആ ബാധ പെട്ടെന്ന് എല്ലാവരും അങ്ങ് ശത്രുക്കളെ പോലെ ആയി മാറിയതും. എന്തെങ്കിലും ചോദിച്ചാൽ, ആവർത്തിച്ച് ചോദിച്ചാൽ 2 വാക്ക് പറയും. ഭയങ്കര സങ്കടമല്ലേ? അവിടെ വേറെ ആരുമില്ല, അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയണം. മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നില്ലെങ്കിൽ എങ്ങനെ? നീ ഒറ്റപ്പെട്ടു പോവുകയാണ്. വിഷമിക്കേണ്ട സഹോദരി, ആ ഒറ്റപ്പെടലിന് കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. അവർ നീ ആഗ്രഹിക്കുന്നത് പോലെ കലപില സംസാരിക്കുവാൻ. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന നിൻ്റെ മക്കൾ തമ്മിൽ സംസാരിക്കുവാൻ പോകും. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു തുടങ്ങും. ഉപവസിക്കുവാൻ തയ്യാറാണോ മാതാവേ? മക്കൾ തമ്മിൽ സംസാരിക്കുന്നില്ല, സ്നേഹത്തോടെ സംസാരിക്കുന്നില്ല. എന്തെങ്കിലും സംസാരിച്ചാൽ, ഇപ്പം പലപ്പോഴും ചിന്തിക്കും, ഇവർ സംസാരിച്ചാൽ വഴക്കിലേ തീരത്തുള്ളൂ, കലഹത്തിലേ തീരത്തുള്ളൂ. ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുവാൻ പോകുക. ആ ബാധ, കലഹമുണ്ടാക്കിപ്പിക്കുന്ന ആ ബാധ വിട്ടുപോവുക. യെസ്, ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. കൂട്ടുകാരോട് മിങ്കിളാകാൻ പറ്റുന്നില്ല. ഇവളെ ഒറ്റപ്പെടുത്തി കളയുക അല്ലേ മാതാവേ? പിതാവേ, അതിൻ്റെ തലമുറ ഒറ്റപ്പെടുത്തി കളയുക. അവർക്കാണെങ്കിൽ സങ്കടമാണ്. സ്വന്തമല്ലാത്ത സ്ഥലത്ത് അവരായിരിക്കുന്നു. സങ്കടമാണ്. കൂട്ടുകാരായിരിക്കേണ്ടവർ, ആശ്വസിപ്പിക്കേണ്ടവർ, ബലപ്പെടുത്തേണ്ടവർ, ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ സ്ട്രെസ്സൊക്കെ ഇറക്കി വയ്ക്കുവാൻ കൂടേണ്ടവരൊക്കെ വല്ലാത്തൊരു പിരിമുറുക്കത്തിൽ നിൽക്കുക. ഇവളടുത്ത് മാത്രം മിണ്ടുന്നില്ല. അതിൻ്റെ മകളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അവൾ വല്ലാത്തൊരു സ്ട്രെസ്സിലാണ്, വല്ലാത്തൊരു ടെൻഷനിലാണ്. ഓ സ്തോത്രം. കർത്താവ് അവളുടെ ചുറ്റുപാട് നിന്ന് സ്നേഹമുള്ള സംസാരങ്ങളെ അവൾക്കായി ഒരുക്കുക. ചിലർ വായ് തുറന്ന് അവളോട് സ്നേഹത്തോടെ സംസാരിച്ചു തുടങ്ങി. യെസ്, യേശുവിൻ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ശുശ്രൂഷക സ്തോത്രം. അല്ലാത്ത സങ്കടം. ആമേൻ. നീ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, പക്ഷേ ആർക്കും ഒരു സ്നേഹമില്ല. ആമേൻ. ഒരു പരിഗണനയില്ല. യെസ്, സീസൺ മാറുകയാ, സീൻ മാറുകയാ. ഓ താങ്ക് യു ലോർഡ്. ആമേൻ. ഭൂതം പുറത്തായപ്പോൾ ആമേൻ ഇവൻ സംസാരിച്ചു തുടങ്ങി. അവിടെ എഴുതിയിരിക്കുന്നത് എല്ലാവർക്കും വിസ്മയമായി. ചിലർ സംസാരിക്കുന്നത് കണ്ട്, ചിലർ വാ തുറന്ന് സംസാരിക്കുന്നത് കണ്ട് പലരും ആശ്ചര്യപ്പെടുവാൻ പോകുക. ഉഫ് അമേൻ. വാ തുറക്കാതെ ഊമയായിരിക്കുന്ന ചിലരൊക്കെ, വാ തുറക്കാതെ വായടച്ചിരിക്കുന്ന ചിലതൊക്കെ, മനുഷ്യനും പിശാചും സാഹചര്യങ്ങളും വായടപ്പിച്ച് കളഞ്ഞ് ചിലരുടെയൊക്കെ ജീവിതത്തിൽ അവർ അനുഭവിച്ച സ്ട്രെസ്സും അനുഭവിച്ച ട്രോമയും അവരെ സംസാരിക്കാത്തവരാക്കി, മിണ്ടാത്തവരാക്കി മാറ്റി. അതാ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. നിനക്ക് മിണ്ടണമെന്നുണ്ട് അല്ലേ സഹോദരി? നിനക്ക് വാ തുറന്ന് സംസാരിക്കണമെന്നുണ്ട്. നിൻ്റെ ഉള്ളിൽ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. 4 പേര് കൂടുമ്പോൾ, നിൻ്റെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ പറ്റുന്നില്ല. യെസ്, നിന്നെ ഒതുക്കിക്കൂട്ടുന്ന പിശാച് ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ എത്തുമ്പോൾ എല്ലാം ഉണ്ട്, ഉള്ളിലെല്ലാം ഉണ്ട്, പക്ഷെ അവിടെ എത്തുമ്പോൾ വേർത്ത് കൊട്ടി അങ്ങ് അലിഞ്ഞു തീരുക. യെസ്, യേശുവിൻ നാമത്തിൽ. യെസ്, സംസാരിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ഊമനാക്കി, ഒന്നിനും കൊള്ളാത്തവനാക്കി ആ മുറിക്കുകത്തിൽ തറച്ചിടുന്ന ആ പൈശാചിക വ്യാപാരം, ആ ബാധ യേശുവിൻ നാമത്തിൽ ഒഴിഞ്ഞു പോകുക. ഓ യെസ്, യേശുവിൻ ആ ബാധ ഒഴിയും. ആമേൻ. ആ ഒറ്റപ്പെടൽ സമ്മാനിക്കുന്ന, സ്നേഹത്തോടെ വിളിക്കും. ഭാര്യ സംസാരിച്ചെങ്കിൽ, മക്കൾ സംസാരിച്ചതെങ്കിൽ ഒത്തിരി ദൂരെയാണ്, പക്ഷേ മിണ്ടത്തില്ല, വാ തുറക്കത്തില്ല. കിട്ടാനുള്ളതിനെക്കുറിച്ച് പറയും, കണക്ക് പറയും, ചോദിക്കും, കണക്കത്തിനൊത്തോണം വാങ്ങും. അതോടെ പിന്നെ മുണ്ടാട്ടമില്ല, ഒന്നുമില്ല. മക്കളെ വിളിച്ചാലും കിട്ടാനില്ല, ഭാര്യയെ വിളിച്ചാലും കിട്ടാനില്ല. പിന്നെ 1 മാസം അങ്ങ് പോകണം. പലപ്പോഴും ചിന്തിക്കും, 30 ദിവസവും ശമ്പളം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നു, ഭാര്യയും മക്കളും വിളിക്കുകയെങ്കിലും ചെയ്യും. അല്ലാത്ത സങ്കടമല്ലേ? ആ സങ്കടത്തിന് എൻ്റെ കർത്താവ് അറുതി വരുത്തുക. ഓ ആമേൻ. കഠിനമായി സംസാരിച്ചു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, കഠിനമായി പരുക്കനായി സംസാരിച്ചു കൊണ്ടിരുന്ന ആമേൻ ആ ഓഫീസേഴ്സ് നിനക്ക് അനുകൂലമായി സൗമ്യതയോടെ, സ്നേഹത്തോടെ സംസാരിക്കുവാൻ പോകും, കരുതലോടെ സംസാരിക്കുവാൻ പോകുന്നു. ഓ താങ്ക് യു ലോർഡ്. യെസ്, ആ വാക്ക് ഞാൻ ആവർത്തിച്ച് പറയട്ടെ, കരുതലോടെ ചിലർ സംസാരിക്കുവാൻ പോകുന്നു. പരീക്ഷ വാക്കുകൾക്ക് കഠിന വാക്കുകൾക്ക് കർത്താവ് അറുതി വരുത്തുവാൻ പോകുന്നു. സ്നേഹത്തോടെ നിന്നോട് സംസാരിച്ച് സ്തോത്രം, ഓഫീസർ നിനക്ക് വേണ്ടി അസൈൻ ചെയ്യുവാൻ പോകുന്നു. സ്തോത്രം. ആമേൻ. റെഡിയാണോ?
അവരുടെ സ്നേഹത്തോടെയുള്ള സംസാരം കേൾക്കുവാൻ, അതേ ആ മാതാവിനെ പോലെ ഉപവസിക്കുവാൻ തയ്യാറാണോ? പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് കോൺടാക്ട് ചെയ്തോ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾക്ക് ഉപവസിക്കുവാൻ കഴിയും. നിങ്ങളാകട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരാകട്ടെ, വായടപ്പിക്കുമാറാക്കിയ ആ ഭൂതത്തിൽ നിന്ന് പുറത്തു വരുവാൻ, ആ ബാധയിൽ നിന്ന് പുറത്തു വരുവാൻ, ആ പൈശാചികമായ മണ്ഡലത്തിൽ നിന്ന് പുറത്തു വരുവാൻ, ഇൻ്റർവ്യൂ ബോർഡുകൾ പെർഫോം ചെയ്യുവാൻ കഴിയാതെ, മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് പറയുവാനുള്ളത് പറയുവാൻ കഴിയാതെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് സ്നേഹത്തോടെയുള്ള വാക്കുകൾ കേൾക്കുവാൻ കഴിയാതെ നിങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിയും. കോൺടാക്ട് ചെയ്തോ. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ദൈവവചനത്തിനൊപ്പം ഇങ്ങനെ തുടർമാനമായി സഞ്ചരിക്കുവാനുള്ള അവസരമുണ്ട്. ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്കുന്ന വചന സന്ദേശം രാവിലെ ഉണ്ട്. വൈകുന്നേരം മധ്യസ്ഥ പ്രാർത്ഥനയും വചന ശുശ്രൂഷയുണ്ട്. സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ജോയിൻ ചെയ്ത് നോക്ക്. ഞായറാഴ്ച സഭയുടെ മീറ്റിംഗ് ഉണ്ട്. രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച്. അപ്പോൾ പ്രാർത്ഥിക്കട്ടെ. കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം, ആ ബാധ ഒഴിയുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. ആ ബന്ധനം അഴിയട്ടെ. സ്നേഹത്തോടെ സംസാരിക്കുന്ന വാക്ക് കേൾക്കുവാൻ, മക്കൾ സംസാരിക്കുന്ന, മരുമക്കൾ സംസാരിക്കുന്ന, സഹോദരങ്ങൾ സംസാരിക്കുന്ന, ബന്ധുക്കൾ സംസാരിക്കുന്ന വാക്ക് കേൾക്കുവാൻ ആഗ്രഹിച്ച് കഴിയാതെ ആയിരിക്കുന്നവർ, അവരെ മിണ്ടാതാക്കിയ ഭൂതം വിട്ടുമാറട്ടെ. ആ സ്പിരിറ്റ് വിട്ടുമാറട്ടെ. ആ പൈശാചികമായ വ്യാപാരങ്ങൾ വിട്ടുമാറട്ടെ. ഇവരെ അങ്ങ് ഒരുക്കണമേ, അങ്ങ് ശക്തീകരിക്കണമേ, അങ്ങയുടെ സാന്നിധ്യത്താൽ അങ്ങ് നിറയ്ക്കണമേ കർത്താവേ. കുടുംബങ്ങൾക്കകത്ത് സമാധാനം, ഐക്യതയും ഉണ്ടാകട്ടെ. ആശയവിനിമയങ്ങൾ ഉണ്ടാകട്ടെ. ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകൾ മാറട്ടെ. സഹോദരിമാർ അനുഗ്രഹിക്കപ്പെടട്ടെ. സഹോദരന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തൊഴിലിടത്തിൽ ഇവർ അനുഭവിക്കുന്ന എല്ലാ സ്ട്രഗിൾസും, എല്ലാ സ്ട്രെസ്സും മാറിപ്പോകട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ചെയ്യുന്നതൊക്കെയും സാധ്യമായി തീരട്ടെ. ഇവരിലെ രോഗികൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗബന്ധനങ്ങളും മാറിപ്പോകട്ടെ. തൊഴിലിടങ്ങൾ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. ചെയ്യുന്ന ജോലികൾ അനുഗ്രഹമായി തീരട്ടെ. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങൾ, ജപ്തി നടപടികൾ മാറിപ്പോകട്ടെ. വിദേശ യാത്രകൾ അനുഗ്രഹമായി തീരട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. തൊഴിൽ തടസ്സങ്ങൾ മാറട്ടെ. ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ. ലോൺ സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ ആ ലോണുകൾ സാങ്ഷനാകട്ടെ. വഴികൾ തുറന്നു വരട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെ ദിവസമായി തീരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക മാത്രമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. ഈ മെസ്സേജുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പ്രാപിക്കാം. പ്രാർത്ഥനയോടെ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ട്. അപ്പോൾ നാളെ ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയ്ക്കും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.